നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡിങ് സംവിധാനം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതായത് വിവാഹത്തിന് പകരം ലിവിങ് ടുഗദർ സമ്പ്രദായം. അത് പലപ്പോഴും കലാശിക്കുന്നത് ഒന്നുകിൽ പങ്കാളികളുടെ കൊലപാതകത്തിലോ ആത്മഹത്യയിലോ അല്ലാത്ത പക്ഷം അവർ ജനിപ്പിക്കുന്ന കുട്ടികളുടെ കൊലപാതകത്തിലോ ഒക്കെയാണ്. അടിക്കടി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൊലപാതകങ്ങൾ അത് വിവാഹേതര ലൈംഗിക ബന്ധങ്ങളെയും ഒപ്പം തന്നെ അത്തരത്തിൽ വിവാഹിതരല്ലാത്ത ആളുകൾ തങ്ങളിലുള്ള ലിവിങ് ടുഗദർ സമ്പ്രദായത്തെയും എത്രമാത്രം അപകടകരമാണ് എന്നുള്ള കാര്യം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നു. മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധം ഇപ്പോൾ ഇത് കേരളത്തിലെ നഗരങ്ങളിൽ നിന്ന് മാറി ചെറിയ പ്രദേശങ്ങളിൽ പോലും ഒരു വലിയ സമ്പ്രദായമായി മാറിയിട്ടുണ്ട്. വിവാഹം ഒരു ചടങ്ങ് എന്നതുകൊണ്ട് അതൊഴിവാക്കി പരസ്പരം അവർ ഉഭയസമ്മതത്തോടു കൂടി ജീവിതം നോക്കുന്ന അവസ്ഥ. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം രണ്ടുപേർക്കും ആരോടും ഉത്തരവാദിത്വമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വളരെ പൈശാചികമായിട്ടും മൃഗീയമായിട്ടുമുള്ള വളരെ നിഷ്ഠുരവും ക്രൂരവുമായിട്ടുള്ള നടപടികളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇറങ്ങിയിരുന്നത്. നമുക്കറിയാം, പങ്കാളി സ്വന്തം മുട്ടിൽ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് അടുത്ത ദിവസം തന്നെ ഒരമ്മ സ്വന്തം കുഞ്ഞിൻ്റെ മുഖത്ത് വെള്ളം തുരുതുരെ തുടർച്ചയായി ഒഴിച്ച് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന ഒരവസ്ഥ. ഇത് രണ്ടും നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. ഇതിനും ഒക്കെ പുറകിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ദിനം പ്രതി ശൗചാലയങ്ങളിലും ഒപ്പം ശുചിമുറികൾക്കകത്തും എല്ലാം പെൺകുട്ടികൾ വ്യാപകമായ രീതിയിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഉപേക്ഷിക്കുന്നതും കൊലപ്പെടുത്തുന്നതുമായ സംഭവങ്ങൾ പല സ്ഥലത്തും കുഞ്ഞുങ്ങളുടെ ശരീരങ്ങൾ മൃതദേഹങ്ങൾ മാന്തിയെടുക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ തുടരെ സംഭവിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നത് ഏതെങ്കിലും കാരണവശാൽ ഈ കാര്യങ്ങൾ പുറത്തറിയപ്പെടുന്നത് തന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷമോ വളരെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമോ ആണ് എന്നുള്ളതാണ് വസ്തുത. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധമില്ലാത്ത രീതിയിൽ കുടുംബത്തിനകത്തുള്ള ചിത്രശക്തികൾ ഛിന്നാഭിന്നമായ രീതിയിൽ കുടുംബ ബന്ധങ്ങൾ പോകുമ്പോഴുണ്ടാകുന്ന ആ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഓരോ കുടുംബത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനും അവിടെയുള്ള തലമുറകൾ വഴിമാറിപ്പോയി ചിന്തിക്കുന്നതിനും എല്ലാം കാരണമാകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ട്രെൻഡിൻ്റെ ഭാഗമായതിനാൽ പരസ്പരം വിവാഹം എന്ന് പറയുന്നത് വെറുമൊരു ചടങ്ങ് മാത്രമേ അവശേഷിക്കുകയും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരസ്പരം ഉഭയസമ്മതത്തോടു കൂടിയുള്ള ബന്ധങ്ങൾ അവർ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ എല്ലാം ബലിയാടായി തീരേണ്ടി വരുന്നത് കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ഭാവിയിൽ വളർന്നു വലുതായി വളരെ ഉന്നത നിലകളിൽ എത്തിച്ചേരേണ്ടുന്ന കുഞ്ഞുങ്ങൾ കേവലം 2 വ്യക്തികൾ അവരുടെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഈ കുഞ്ഞുങ്ങളാണ് എന്നുള്ളത് ഈ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് സംബന്ധിച്ച് ഉള്ള ഒരു ദിശാഫലകം അല്ലെങ്കിൽ സൂചികയായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു വശം ഇരിക്കെ കേരളത്തിലെ കഴിഞ്ഞ ദിവസം മരിച്ച ആ കുട്ടിയെ കഴിഞ്ഞ 13 ദിവസമായി 14 ദിവസത്തോളമായി ഫ്രീസറിലായിരുന്നു. അതിൻ്റെ അവകാശികൾ ഏറ്റെടുക്കാനായി അവകാശികൾ ആരുമില്ലാത്തത് കൊണ്ട് കുഞ്ഞിൻ്റെ മൃതശരീരം ഫ്രീസറിൽ വച്ച് സൂക്ഷിച്ചിരുന്നത് കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് അവരുടെ മനസ്സിൽ അലിവുണ്ടായി അവർ ആ കുഞ്ഞിൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങി അവർ ആചാരപൂർവം അതിനെ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹത്തോട് കാണിക്കേണ്ട എല്ലാ സർവ്വ ആദരവോടും കൂടി ആ കുഞ്ഞിനെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് നമ്മുടെ മനസാക്ഷിക്ക് മുന്നിൽ നമ്മുടെ മനസാക്ഷിയെ ഉണർത്തുന്നതിന് വേണ്ടി ഏറ്റവും സഹായകമായ രീതിയിലാണ് വന്നിട്ടുള്ളത്. കാരണം വളരെ കർശനമായ രീതിയിൽ നിയമം നടപ്പാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും
ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ കണ്ടെത്തുന്നതിനും മറ്റും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർ ഒരു കുഞ്ഞിൻ്റെ സംഭവിച്ച ആ ഒരു ദുരന്തത്തിൽ അതിൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങുന്നതിന് പോലും അവകാശികളില്ലാതെ 13 ദിവസം തുടർച്ചയായി ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടി വന്ന ആ മൃതശരീരത്തിന് അർഹിക്കുന്ന ആദരവ് നൽകി അതിനെ സംസ്കരിക്കുന്നതിന് വേണ്ടി കരുണ കാണിച്ച കേരള പോലീസിന് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. ഇനിയെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്നും നമ്മുടെ തലമുറകൾ മാറി നിൽക്കണം. കാരണം വിവാഹേതര ബന്ധങ്ങൾ ഒരിക്കലും സമ്പൂർണ്ണതയിലെത്തിയ ചരിത്രമില്ല. നമ്മൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിലും ഒപ്പം തന്നെ നമ്മൾ വാർത്താമാധ്യമങ്ങളിലും എല്ലാം നമ്മൾ വായിക്കുന്നതാണ്. താൽക്കാലിക സുഖം തേടിയുള്ള യാത്ര അവസാനിക്കുന്നത് വലിയ ഒരു നിലയില്ലാ കയത്തിലേക്കാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് സെലിബ്രിറ്റീസ് ആയിരുന്നാലും സാധാരണക്കാരായിരുന്നാലും എല്ലാവർക്കും അനുഭവം ഒരേപോലെ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനകത്ത് പണമുള്ള ആളെന്നോ പാവപ്പെട്ടവനെന്നോ സാമ്പത്തിക നിലവാരമുള്ള ആളെന്നോ തറവാടിയെന്നോ തറവാട്ടമ്മ അല്ലെന്നോ ഒന്നുമുള്ള യാതൊരു ഭാവഭേദവുമില്ല. കാരണം ഒരു കുടുംബം എന്ന് പറയുന്ന ചുറ്റുപാടിൽ നിന്നും ആ കെട്ടുപാടിൽ നിന്നും കെട്ടുപൊട്ടിച്ച് പുറത്തു പോകുന്ന ആളുകൾ അവർ എപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിൽ കരടാണ്. ആ കരട് ഒരിക്കലും അവരെ മറ്റുള്ള ഒപ്പം കൂട്ടുന്ന ആളുകൾ പൂർണ്ണമായും വിശ്വസിക്കുകയില്ല, വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവർ തിരിച്ചറിയണം. താൽക്കാലിക ലാഭത്തിന് വേണ്ടിയോ താൽക്കാലിക സുഖത്തിന് വേണ്ടിയോ തിരഞ്ഞെടുക്കുന്ന പാത അത് സൃഷ്ടിക്കുന്നത് സ്വന്തം തലമുറയെയും സ്വന്തം കുടുംബത്തെയും സ്വന്തം ജീവിതത്തെയും കൂടിയാണെന്നുള്ള കാര്യം പ്രിയപ്പെട്ട സഹോദരിമാർ തിരിച്ചറിയണം. അത്തരം തിരിച്ചറിവ് അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഭാവിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിനകത്ത് ഒരു സംശുദ്ധമായിട്ടുള്ളൊരു ചരിത്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവർ തിരിച്ചറിയണം. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ കൊലപാതകങ്ങൾ കേരളം പോലെ തീരെ ചെറിയൊരു സംസ്ഥാനത്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിലെടുക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നതിനെക്കുറിച്ച് ചോദ്യമുണ്ട്. നമുക്ക് പലപ്പോഴും ശിശുക്ഷേമ സമിതി അടക്കമുള്ള ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യപരിപാലന രംഗത്തുള്ള സംവിധാനങ്ങൾ, സാമൂഹ്യക്ഷേമ വകുപ്പ് അടക്കമുള്ളവ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി അവരുടെ താല്പര്യങ്ങളും കാര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വനിതാ കമ്മീഷൻ അടക്കമുള്ള സ്ഥാപനങ്ങൾ നിലവിലുള്ളപ്പോഴാണ് ഇവിടെ സ്ത്രീകളിലും യുവതികൾ അല്ലെങ്കിൽ വീട്ടമ്മമാർ അവർ സ്വന്തം കുടുംബത്തിൻ്റെ ഭദ്രതയിൽ നിന്നും പുറത്തു ചാടി ഇതുപോലുള്ള കാര്യങ്ങൾക്കുള്ളിൽ അകപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കേരളത്തിന് താങ്ങും തണലുമായി മാറേണ്ട നാളുകളുടെ പ്രതീക്ഷയായി മാറേണ്ട തലമുറയെ നശിപ്പിക്കുന്നത്. ഇതിനെല്ലാത്തിനും മാർഗദർശകം ഇവരെ എല്ലാം തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. പക്ഷേ ഈ സ്ഥാപനങ്ങളൊന്നും വേണ്ട വിധത്തിൽ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇവിടുത്തെ ആശാപ്രവർത്തകർക്കും ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്കും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്കുമെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കണ്ടുപിടിക്കുന്നതിനും തിരുത്തൽ ശക്തിയായി മാറുന്നതിനും ഗവൺമെൻറ് സംവിധാനങ്ങളുടെ മുന്നിൽ അധികാരികളുടെ മുന്നിൽ ഇതിനെ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാവിധ അധികാരവുമുണ്ട്. പക്ഷേ അവരാരും അത് പ്രയോഗിക്കുന്നില്ല. അത് പ്രയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നാളുകളിൽ കേരളത്തിൻ്റെ തലമുറ എല്ലാം നാശോന്മുഖമായ രീതിയിലായിത്തീരും. കേരളത്തിൻ്റെ ചരിത്രം ജീർണിച്ചതായി പോവും. അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി എല്ലാവരും തയ്യാറെടുക്കണം. എങ്കിൽ മാത്രമേ ഭാവി കേരളത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം.